പീപ്പിൾ എക്സ്ക്ലൂസീവ് മദ്യരാജാവ് വിജയ് മല്യയ്ക്കും സംസ്ഥാന സർക്കാർ ഭൂമി പതിച്ചു നൽകി. കഞ്ചിക്കോട്ട് ഡിസ്റ്റിലറി തുടങ്ങാൻ വിജയ് മല്യയ്ക്ക് സർക്കാർ കുറഞ്ഞ വിലയ്ക്ക് പതിച്ചു നൽകിയത് 20 ഏക്കർ ഭൂമി. ഈ ഇടപാടിലൂടെ ഖജനാവിന് നഷ്ടമായത് 65 കോടിയോളം രൂപ. വിഷയം പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. വിജയ് മല്യ ചെയർമാനായ യുണൈറ്റഡ് ബ്രീവറീസ് എന്ന കമ്പനിക്കാണ് 20 ഏക്കർ ഭൂമി പതിച്ചു നൽകിയത്. പ്രദേശത്ത് സെന്റിന് 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ വില ഉണ്ടെന്നിരിക്കെയാണ് കേവലം 70,000 രൂപയ്ക്ക് മല്യയ്ക്ക് നൽകിയത്. ഇടപാടിലൂടെ ഖജനാവിന് 65 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. മല്യയുമായുള്ള ഇടപാടിന് പിന്നിൽ കോടികളുടെ അഴിമതി നടന്നതായും സൂചനയുണ്ട്. സമ്പൂർണ്ണ മദ്യനിരോധനം സംസ്ഥാനത്ത് നടപ്പാക്കും എന്നാവർത്തിക്കുമ്പോൾ വിജയ് മല്യയെപ്പോലുള്ളവർക്ക് ഡിസ്റ്റിലറി തുടങ്ങാൻ സൗകര്യമൊരുക്കുകയാണ് സർക്കാർ. ആദിവാസികൾ ഉൾപ്പെടെ ആയിരങ്ങൾക്ക് 1 സെന്റ് ഭൂമി പതിച്ചു നൽകാൻ സർക്കാർ നിലപാട് സ്വീകരിക്കാത്തപ്പോഴും മദ്യവ്യവസായത്തിന് കുറഞ്ഞ വിലയ്ക്ക് ഭൂമി നൽകുന്നു എന്ന വസ്തുത കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 10,000 കോടിയോളം രൂപ വിവിധ ബാങ്കുകളിൽ നിന്ന് കടമെടുത്ത് രാജ്യം വിട്ട വ്യക്തി കൂടിയാണ് വിജയ് മല്യ. അതേസമയം വിജയ് മല്യയ്ക്ക് ഭൂമി നൽകിയ കാര്യം തനിക്ക് അറിയില്ലെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. മാധ്യമങ്ങളിലൂടെ കണ്ട വാർത്ത മാത്രമേ തനിക്ക് അറിയൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പം ഈ മീഡിയയിൽ കണ്ടതേ അറിയൂ, ഞങ്ങൾ അത് അന്വേഷിക്കുന്നുണ്ട്. അതെങ്ങനെ എന്നുള്ളത് പരിശോധിക്കും. അത് നോക്കും. KG ദിനകർ, തിരുവനന്തപുരം. വിജയ് മല്യയ്ക്ക് ഭൂമി നൽകിയത് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. കാര്യം താൻ മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇപ്പം ഈ മീഡിയയിൽ കണ്ടതേ അറിയൂ, ഞങ്ങൾ അത് അന്വേഷിക്കുന്നുണ്ട്. അതെങ്ങനെ എന്നുള്ളത് പരിശോധിക്കും. സംസ്ഥാനത്ത് 60 4 സ്റ്റാർ 3 സ്റ്റാർ ഹോട്ടലുകൾ കൂടി ഒരു വർഷത്തിനുള്ളിൽ പഞ്ചനക്ഷത്ര പദവിയിലേക്ക് ഉയർന്ന് ബാർ ലൈസൻസ് കരസ്ഥമാക്കാൻ ഒരുങ്ങുന്നു. ഇതോടെ സംസ്ഥാനത്തെ പഞ്ചനക്ഷത്ര ബാറുകളുടെ എണ്ണം 90ലേക്ക് ഉയരും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചനക്ഷത്ര ബാറുകളുള്ള സംസ്ഥാനമാകാൻ ഒരുങ്ങുകയാണ് കേരളം. UDF സർക്കാരിൻ്റെ മദ്യനയത്തിൻ്റെ ചൂടുപിടിച്ചാണ് കേരളത്തിൽ പഞ്ചനക്ഷത്ര ബാറുകൾ കൂണുപോലെ മുളച്ചുപോകുന്നത്. 5 സ്റ്റാർ പദവിയുള്ള ഹോട്ടലുകൾക്ക് ബാർ ആകാമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ മദ്യനയം. ഇനി സർക്കാർ നിരസിച്ചാൽ പോലും ബാറുടമകൾക്ക് സർക്കാരിൻ്റെ തന്നെ മദ്യനയം ചൂണ്ടിക്കാട്ടി കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് നേടാനുമാകും. ഒരു വർഷത്തിനുള്ളിൽ ഇത്തരത്തിൽ 60 പഞ്ചനക്ഷത്ര ബാറുകളാണ് നിലവിൽ വരുന്നത്. ഇതോടെ സംസ്ഥാനത്തെ പഞ്ചനക്ഷത്ര ബാറുകളുടെ എണ്ണം 90 ആകും. 47 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലുകളാണ് പുതുക്കിപ്പണിത് ലൈസൻസിനായി തയ്യാറെടുക്കുന്നത്. ഒപ്പം 13 പുതിയ ഹോട്ടലുകളും. ലൈസൻസിനായി 1 കൊല്ലത്തിനുള്ളിൽ അപേക്ഷ നൽകും. സമ്പൂർണ്ണ മദ്യനിരോധനം വാഗ്ദാനം ചെയ്ത് UDF സർക്കാർ കൊണ്ടുവന്ന മദ്യനയം സംസ്ഥാനത്തെ സമ്പൂർണ്ണ മദ്യവൽക്കരണത്തിലേക്കാണ് നയിക്കുന്നത്. ലോക്കൽ ബാറുകളിൽ കുടിക്കുന്നവർ വലിയ വില കൊടുത്ത് പഞ്ചനക്ഷത്ര ബാറുകളിൽ കുടിക്കേണ്ടി വരുമെന്ന് മാത്രം. അതേസമയം മദ്യനയം പൊളിച്ചെഴുതിയാലേ പ്രതിസന്ധി പരിഹരിക്കാനാവൂവെന്ന് കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ പറഞ്ഞു. UDF ഗവൺമെന്റ് നിലവിലുള്ള മദ്യനയത്തിൽ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാറുകൾ അനുവദിക്കാം എന്നുള്ളത് പുനരാലോചനയ്ക്ക് വിധേയമാക്കേണ്ട സമയമായി. പുതിയ നയം വേണം. ആ നയത്തിൽ ഒരു കാരണവശാലും 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് കൂടി ഇനി കേരളത്തിൽ ബാറുകൾ അനുവദിക്കില്ല എന്ന് തീരുമാനമെടുക്കണം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാന പത്രപ്രവർത്തക യൂണിയന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന വോട്ട് കാര്യത്തിൽ രമേശ് ചെന്നിത്തല സംസാരിക്കുന്നു. UDFന്റെ തുടർ ഭരണം ഉണ്ടാകണം എന്നുള്ള ചിന്ത ജനങ്ങളിൽ വളരെ രൂഢമൂലമാണ്. എന്തിന് കോൺഗ്രസിനും UDFനും വോട്ട് ചെയ്യണം? അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. നമുക്കറിയാം, ഇന്ന് ദേശീയ തലത്തിൽ തന്നെ BJPയും സംഘപരിവാർ ശക്തികളും ഉയർത്തുന്ന വെല്ലുവിളിയെ നേരിടാൻ ജനാധിപത്യ മതേതര ശക്തികളുടെ ഏകീകരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ദേശീയ തലത്തിൽ തന്നെ മതേതര ജനാധിപത്യ ശക്തികളുടെ ഏകീകരണം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ശാക്തീകരണത്തിന് പിന്തുണ കൊടുക്കേണ്ടത് മതേതര വിശ്വാസികളായ കേരള ജനതയുടെ കടമയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. രാജ്യത്ത് വളർന്നു വരുന്ന വർഗീയതയ്ക്കെതിരായും അസഹിഷ്ണുതയ്ക്കെതിരായും വികസന വിരുദ്ധതയ്ക്കെതിരായും ഇന്ത്യയിലെ ജനങ്ങളെ അണിനിരത്തുന്ന ഏറ്റവും സുപ്രധാനമായ ചുമതലയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനം കൂടുതൽ രൂപപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടമാണ്. ബംഗാളിൽ പോലും അത് വളരെ ദൃശ്യമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു നടന്നത്. അപ്പം ആ നിലയിൽ
രാജ്യത്ത് വളർന്നു വരുന്ന BJPക്കും സംഘപരിവാറിനുമെതിരെ വളർന്നു വരുന്ന ഒരു മതേതര ജനാധിപത്യ മുന്നേറ്റത്തിന് കൂടുതൽ കരുത്തു പകരാനും ആ മുന്നേറ്റത്തെ ശക്തിപ്പെടുത്താനുമുള്ള ആവശ്യകതയിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF വോട്ട് ചെയ്യണം എന്ന് ഞങ്ങൾ പറയുന്നു. രണ്ടാമതായി, കേരളത്തിൽ UDFന്റെ നേതൃത്വത്തിൽ നടന്ന വികസനം സർവകാല റെക്കോർഡാണ്. കേരളത്തിൽ ഒരു കാലത്തും ഉണ്ടാകാത്ത നിലയിലുള്ള വൻപിച്ച വികസന പരിപാടി. UDFന്റെ മദ്യനയം കാപട്യമാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് LDFന്റെ നയം. UDFന്റെ മദ്യനയം മൂലം മദ്യം ഒഴുകുകയാണെന്നും പിണറായി വ്യക്തമാക്കി. ഞങ്ങൾ മദ്യനിരോധനത്തിന് ഇല്ലല്ലോ, പിന്നെ ഒരു ടാർഗറ്റ് ഡേറ്റിൻ്റെ പ്രശ്നമേ വരുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു കാപട്യ നിലപാടില്ല. 2023 അല്ല, ഇനി ഈ സഹസ്രാബ്ദം തന്നെ പൂർത്തിയായാലും കോൺഗ്രസ് ഉണ്ടാകുമോ എന്നുള്ളത് പറയാൻ പറ്റൂല. കോൺഗ്രസ്സിന് അങ്ങനെയൊരു നിലപാടില്ലാതെ എല്ലാവർക്കും അറിയാലോ. അതൊക്കെ ആളുകളെ പറഞ്ഞു പറ്റിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന നിലപാട് മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ കള്ളന്മാരുടെ സർക്കാരാണെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. LDF പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും VS കാസർഗോഡ് തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് വ്യക്തമാക്കി. ആവർത്തനമാണ് ചാണ്ടിയുടെ ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ പ്രതീകം. പുറ്റിങ്ങൽ ദുരന്തത്തിൽ കളക്ടർ പോലീസ് പോര് രൂക്ഷമാകുന്നു. കളക്ടറും ക്ഷേത്രഭാരവാഹികളും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ CCTV ദൃശ്യങ്ങൾ വേണമെന്ന് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടു. സർക്കാർ അനുമതി കിട്ടിയാലേ നൽകൂവെന്ന നിലപാടിലാണ് കളക്ടർ. ഇക്കാര്യത്തിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ക്രൈംബ്രാഞ്ച്. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിമാരെ സോളാർ കമ്മീഷൻ ഇന്ന് വിസ്തരിക്കും. ശ്രീകുമാർ, ലതാ പണിക്കർ എന്നിവരെയാണ് കമ്മീഷൻ ഇന്ന് വിസ്തരിക്കുന്നത്. DVSP ഹരികൃഷ്ണൻ, മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പേഴ്സണൽ സെക്രട്ടറി VK രവീന്ദ്രൻ എന്നിവരെയും അടുത്ത ദിവസങ്ങളിൽ വിസ്തരിക്കും. കേരളത്തിൽ ചൂട് കനത്തു. പാലക്കാട് ജില്ലയിൽ ഈ വർഷത്തെ ഉയർന്ന താപനിലയായ 41.1 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. 24 വർഷത്തിന് ശേഷമാണ് മലമ്പുഴയിൽ ഇത്രയും ചൂട് അനുഭവപ്പെടുന്നത്. കടുത്ത വേനലിൽ വെന്തുരുക്കുകയാണ് പാലക്കാട്. മലമ്പുഴയിൽ ചൊവ്വാഴ്ച രേഖപ്പെടുത്തിയത് ഈ വർഷത്തെ ഉയർന്ന താപനിലയായ 41.1 ഡിഗ്രി സെൽഷ്യസ്. ഇതിനു മുമ്പ് 86, 87 കാലഘട്ടങ്ങളിലും 92 കാലഘട്ടങ്ങളിലൊക്കെ ആയിരുന്നു 41.1 ഡിഗ്രി ചൂട് ഇവിടെ അനുഭവപ്പെട്ടിരുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് ആർദ്രത, ഇന്നത്തെ ആർദ്രത 39 കാറ്റുണ്ടെങ്കിൽ ചൂട് കൂടില്ല. കാറ്റില്ലാത്ത സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ചൂട് ഇവിടെ അനുഭവപ്പെടാറുള്ളത്. ആകെ 4 കിലോമീറ്റർ സ്പീഡിലാണ് ഇവിടെ കാറ്റ് വീശിയിട്ടുള്ളൂ. മുണ്ടൂരിൽ 40.5 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൊവ്വാഴ്ചയിലെ താപനില. ഒരു മാസമായി ഭൂരിഭാഗം ദിവസങ്ങളിലും പാലക്കാട് ജില്ലയിൽ താപനില 40-ന് മുകളിലാണ്. വേനൽ മഴ പെയ്തില്ലെങ്കിൽ ചൂട് ഇനിയും കൂടും. ഇതിനിടെ പട്ടാമ്പി, പെരുമാട്ടി, പാലക്കാട് എന്നിവിടങ്ങളിലായി 3 പേർക്ക് സൂര്യാതാപമേറ്റു. ദിവസവും ജില്ലയിൽ 10-ലധികം പേർ ശാരീരിക അവശതകളാൽ ചികിത്സ തേടുന്നു എന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിവരം. സൂര്യാഘാതമേറ്റുള്ള മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചൂട് കൂടിയതോടെ കുടിവെള്ളക്ഷാമം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. കഴിഞ്ഞ വർഷം പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 41.5 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പുതിയ 8 ബാറുകൾ അനുവദിച്ച സർക്കാർ നടപടിക്കെതിരെ UDF യോഗത്തിൽ സുധീരന്റെയും കുഞ്ഞാലിക്കുട്ടിയുടെയും വിമർശനം. ബാറുകൾ അനുവദിച്ചത് തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നഷ്ടപ്പെടുത്തിയെന്ന് സുധീരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സമയത്ത് ബാറുകൾ അനുവദിച്ചത് ഉചിതമായില്ലെന്ന് കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി. അനുവദിച്ചവ പൂട്ടാനാകില്ലെന്ന് മുഖ്യമന്ത്രി നിലപാടെടുത്തു. എല്ലാവർക്കും ഭക്ഷണം, വീട്, ആരോഗ്യം എന്ന പ്രഖ്യാപനത്തോടെ UDFന്റെ പ്രകടന പത്രിക പുറത്തിറക്കി. വിശദാംശങ്ങൾ MR സജേഷ് നൽകും. സജേഷ്, 5 സ്റ്റാർ ബാറുകൾക്ക് പുതിയ ലൈസൻസ് നൽകിയ നടപടി ഒക്കെയും ഈ ഒരേ വേദിയിലിരുന്നു കൊണ്ട് എതിർപ്പുകൾ അധ്യക്ഷൻ പ്രകടിപ്പിക്കുന്നു, മുഖ്യമന്ത്രി പറയുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ വിയോജിപ്പുകൾ പ്രകടമായത്? ഒപ്പം പ്രകടന പത്രിക സംബന്ധിച്ചുകൂടി. രജീഷ്, പ്രകടന പത്രിക പുറത്തിറക്കാൻ ചേർന്ന UDF യോഗമാണ് പുതിയ ബാറുകൾ അനുവദിച്ച വിഷയം ചർച്ച ചെയ്തത്.
വലിയ വിവാദം ഉണ്ടായ സാഹചര്യത്തിലായിരുന്നു ഇത് പ്രത്യേകമായിട്ട് ചർച്ച ചെയ്തത്. ആ ഘട്ടത്തിലാണ് VM സുധീരനും PK കുഞ്ഞാലിക്കുട്ടിയും സർക്കാരിന്റെ നിലപാടുകളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നഷ്ടപ്പെടുത്തുന്ന തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് VM സുധീരൻ പറഞ്ഞു. ഈ അഭിപ്രായത്തോട് കുഞ്ഞാലിക്കുട്ടിയും യോജിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് പുതിയ 8 ബാറുകൾ കൂടി അനുമതി നൽകിയതും അത് വിവാദമായതും ഉചിതമായ കാര്യമല്ല. ഈ സമയം കൂടി പരിഗണിക്കേണ്ടിയിരുന്നുവെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. പൊതുവിൽ ഈ ബാറുകൾ അനുവദിച്ച നടപടിയോട് കക്ഷി നേതാക്കളും യോജിപ്പിലെത്തിയില്ല. എന്നാൽ മദ്യനയത്തിനകത്തു നിന്നാണ് ഈ തീരുമാനമെടുത്തതെന്ന നിലപാടിൽ മുഖ്യമന്ത്രി ഉറച്ചു നിന്നു. ഇപ്പോൾ നിലവിൽ അനുവദിച്ചിട്ടുള്ള 8 ബാറുകൾക്ക് ഹൈക്കോടതി ഉത്തരവിന്റെയും മദ്യനയത്തിനുള്ളിൽ നിന്നുമാണ് ലൈസൻസ് നൽകിയിട്ടുള്ളത്. അത് പുനഃപരിശോധിക്കാനാവില്ലെന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചു. ഈ 8 ബാറുകളുടെ കാര്യം പുനഃപരിശോധിക്കേണ്ടെന്ന തീരുമാനമാണ് UDF യോഗത്തിലും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇനിയുള്ള കാലയളവിൽ പുതിയ ബാറുകൾ അനുവദിക്കരുതെന്ന നിർദ്ദേശവും UDFന്റെ യോഗത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും വീട്, ആരോഗ്യം, ഭക്ഷണം എന്ന മുദ്രാവാക്യത്തോടെയാണ് UDFന്റെ പ്രകടന പത്രിക വിവരങ്ങൾ നൽകിയത്. പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിൽ ശക്തമായ പ്രചാരണം. LDF സ്ഥാനാർത്ഥി PC ജോസഫും UDF സ്ഥാനാർത്ഥി ജോർജ് കുട്ടി അഗസ്റ്റിനും നേർക്കുനേർ പോരാടുമ്പോൾ PC ജോർജിന്റെ സാന്നിധ്യവും മണ്ഡലത്തെ വ്യത്യസ്തമാക്കും. 2011 15,704 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു UDF പക്ഷത്തായിരുന്ന PC ജോർജ് പൂഞ്ഞാറിൽ നിന്നും നിയമസഭയിലെത്തിയത്. എന്നാൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡല പരിധിയിൽ UDF ലീഡ് 2,761 വോട്ടുകളായി കുറഞ്ഞു. 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പെത്തിയപ്പോൾ കാര്യങ്ങൾ കൂടുതൽ കലങ്ങിമറിഞ്ഞു. 9 ഗ്രാമപഞ്ചായത്തുകളിൽ 5 UDFിനൊപ്പവും 4 ഇടതുപക്ഷത്തിനൊപ്പവുമാണ്. 2011 ശേഷം പൂഞ്ഞാർ മണ്ഡലത്തെ നേരിട്ട് ബാധിക്കുന്ന ഒട്ടേറെ രാഷ്ട്രീയ മാറ്റങ്ങളുണ്ടായി. PC ജോർജ് മുന്നണി വിട്ടതും മാണി ഗ്രൂപ്പിലെ ഒരു വിഭാഗം ഇടതുപാളയത്തിലെത്തിയതുമാണ് ഇവയിൽ പ്രധാനം. രണ്ടും UDF വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ വീഴ്ത്തിയിരിക്കുന്നു. അനുകൂല സാഹചര്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി മണ്ഡലം പിടിക്കുക എന്നതാണ് ഇടത് സ്ഥാനാർത്ഥി PC ജോസഫിന്റെ ലക്ഷ്യം. പ്രചാരണം ആദ്യഘട്ടം പിന്നിടുമ്പോൾ മേൽക്കൈ നടാനാകുമെന്ന ആത്മവിശ്വാസം ഇടത് ക്യാമ്പിനുണ്ട്. വളരെ ഗംഭീരമായിട്ടുള്ള രീതിയിലാണ് പൂഞ്ഞാർ ജനത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ എന്നെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നത്. UDFിന് പൂഞ്ഞാറിലേത് അഭിമാന പോരാട്ടമാണ്. വിശേഷിച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഇവിടെ ജയിച്ചേ പറ്റൂ. തന്നെ വെല്ലുവിളിച്ചു പുറത്തുപോയ PC ജോർജിനെ നേരിടാൻ KM മാണി രംഗത്തിറക്കിയിരിക്കുന്നത് ജോർജ് കുട്ടി അഗസ്തിയെ. ഈ മണ്ഡലം ഇത്തവണയും UDFിനോടൊപ്പം തന്നെയാണ്. UDF വിട്ട PC ജോർജിന് LDFും സീറ്റ് നൽകാതിരുന്നതോടെ ചതുഷ്കോണ മത്സരത്തിലാണ് പൂഞ്ഞാറിൽ വേദിയൊരുങ്ങിയത്. ഇരു മുന്നണികളെയും വെല്ലുവിളിച്ച് പൂഞ്ഞാറിൽ ശക്തമായ മത്സരത്തിന് കളമൊരുക്കുകയാണ് PC ജോർജ്. ഈ 161 ബൂത്തിലും 70% കൂടുതൽ വോട്ടുകൾ PC ജോർജിന് അനുകൂലമാണ്. ജനവികാരമാണ്. NDA മുന്നണിക്ക് വേണ്ടി BDJS ആണ് മത്സരരംഗത്തുള്ളത്. MR ഉല്ലാസിനെ NDA മത്സരരംഗത്തിറക്കിയിരിക്കുന്നു. സാമുദായികമായി പരിശോധിച്ചാൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളിൽപ്പെട്ട ഏറെക്കുറെ തുല്യ വോട്ടർമാരുള്ള പ്രദേശമാണ് പൂഞ്ഞാർ. അതുകൊണ്ട് തന്നെ സാമുദായികമായ അടിയൊഴുക്കുകൾക്ക് പൂഞ്ഞാറിൻ്റെ വിധിയെ സ്വാധീനിക്കാനാകും. എങ്കിലും രാഷ്ട്രീയ ബലാബലമായിരിക്കും അന്തിമഫലം നിർണ്ണയിക്കുക. ദിവസങ്ങൾ ചെല്ലുന്തോറും പൂഞ്ഞാറിലെ പോരാട്ടവീര്യം കടുക്കുകയാണ്. സിറ്റിംഗ് സീറ്റ് നിലനിർത്താമെന്ന പ്രതീക്ഷയിലാണ് UDF. എന്നാൽ സവിശേഷമായ പുതിയ സാഹചര്യത്തിൽ ഈ മണ്ഡലം പിടിച്ചെടുക്കാമെന്ന് LDF ഉറച്ചു പ്രതീക്ഷിക്കുന്നു. എന്നാൽ PC ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വം സൃഷ്ടിച്ചേക്കാവുന്ന അനുരണനങ്ങളാവും തെരഞ്ഞെടുപ്പ് ഫലത്തെ അന്തിമമായി നിശ്ചയിക്കുക.